തൃശൂർ വാണിയമ്പുഴ ഉന്നതിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം ചാലിയാർ പുഴയുടെ ഇക്കരെ എത്തിക്കാൻ ശ്രമം തുടങ്ങി. ചാലിയാറിൽ വലിയ കുത്തൊഴുക്കായതിനാൽ ഉന്നതിയിൽ എത്തിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ചാലിയാറിലേക്ക് ഇറങ്ങിയ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് ഒഴുക്കിൽപ്പെട്ട് 7 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുരുത്തിലകപ്പെട്ടിരുന്നു. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുണ്ടേരി വാണിയമ്പുഴ ഉന്നതിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം അവിടെ നിന്ന് ഉന്നതിയിൽ നിന്ന് ചാലിയാറിനെ ഇക്കരെ എത്തിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സ് ഈ ചാലിയാറിൽ കുത്തിയൊലിച്ചു വരുന്ന ചാലിയാറാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് അവർ ഡിങ്കി ബോട്ടിൽ അപ്പുറത്തെത്തി ആ മൃതദേഹവുമായി ഇക്കരയ്ക്ക് വരുന്നതിന് ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് കാട്ടാന ആക്രമണത്തിൽ ബില്ലി കൊല്ലപ്പെട്ടത്. അതിനുശേഷം മൃതദേഹം ഈ ചാലിയാറിനെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുത്തിയൊലിച്ചു വരുന്ന ഈ ചാലിയാറിൽ ഇന്നലെ ഡിങ്കി ബോട്ട് ഇറക്കിയപ്പോൾ അതിന് നിയന്ത്രണം വിടുകയും 7 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തൊട്ടപ്പുറത്തുള്ള തുരുത്തിൽ കുടുങ്ങുകയും ഉണ്ടായിരുന്നു. പിന്നീട് NDRFിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ഇന്ന് രാവിലെയാണ് വീണ്ടും ഈ ദൗത്യം ആരംഭിച്ചത്. മൃതദേഹം കൊണ്ടുവരുന്നതിന് വേണ്ടി രാവിലെ തന്നെ ആരംഭിക്കുകയും നീരൊഴുക്ക് പൊതുവെ കുറഞ്ഞിട്ടുള്ള ഈ ഒരു താലപ്പലി എന്നുള്ളൊരു സ്ഥലത്തേക്ക് ഡിങ്കി ബോട്ട് ഇറക്കുകയുമായിരുന്നു. അതാണിപ്പോൾ വിജയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഫയർഫോഴ്സിന്റെ 5 സംഘം അപ്പുറത്തേക്ക് ഈ വാണിയമ്പുഴ ഉന്നതിയിലേക്ക് പോവുകയും അവിടെ നിന്ന് മൃതദേഹവുമായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത്. ഇനി വേണം ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുന്നതിന് വേണ്ടി. ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പുഴയ്ക്ക് കുറുകെ പാലമോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചങ്ങാടം ഉപയോഗിച്ചാണ് ഇവരൊക്കെ തന്നെ ഈ ആദിവാസി സമൂഹം മുഴുവൻ അങ്ങോട്ടും ഒക്കെ പോയിരുന്നത്, ഈ പുഴയ്ക്ക് കുറുകെ പോയിരുന്നത്. ഇപ്പോൾ ഈ വെള്ളം കൂടിയത് കാരണം അതിനൊന്നും സാധിക്കാത്ത ഒരു സ്ഥിതിയാണ്. അതിനിടയിലാണ് ഈ കാട്ടാന ആക്രമിച്ചതോടുകൂടി ആ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ ഒരു കഷ്ടത ഇവർ അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം മൃതദേഹം കയറ്റിയതിന് ശേഷം അരികിലൂടെ, അതായത് വലിയ നീരൊഴുക്ക്, വലിയ ഒഴുക്കില്ലാത്ത സ്ഥലത്തിലൂടെ മൃതദേഹം ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.